ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി പട്ടികയിൽ 4-ാമത്. 1-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു ജയം. സിറ്റിക്കായി ഫിൽ ഫോഡൻ ഇരട്ട ഗോൾ നേടി. സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയെ ക്ലബ് ബ്രൂഗെ സമനിലയിൽ തളച്ചു. ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. ചെൽസിയെ ഖ്വാരാബാഗ് FC സമനിലയിൽ കുരുക്കി. തുടർച്ചയായ 4-ാം ജയം നേടി ഇന്റർ മിലാൻ പട്ടികയിൽ 3-ാമതെത്തി. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3-ാം മത്സരത്തിൽ ഇന്ന് മുംബൈ സിറ്റിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വൈകിട്ട് 7:30 ഗോവ ഫറ്റോർദയിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങളിൽ ഉജ്ജ്വല ജയം കുറിച്ച 6 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് സമനില നേടിയാലും അവസാന 4-ൽ ഇടം പിടിക്കാം. ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പുത്തൻ സംഘവുമായി എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ ഡൽഹിയുമായി ഏറ്റുമുട്ടും. ചെസ് ലോകകപ്പിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷും ഇന്ത്യയുടെ 1-ാം നമ്പർ താരം അർജുൻ എരിഗൈസിയും 3-ാം റൗണ്ടിൽ കടന്നു. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ ഗുകേഷ് 2-ാം റൗണ്ടിലെ 2-ാം മത്സരത്തിൽ ജയിച്ചു. ഇന്ത്യൻ താരങ്ങളായ രമേഷ് ബാബു, പ്രജ്ഞാനന്ദയുടെയും വിദിത് ഗുജറാത്തിയുടെയും 2-ാം റൗണ്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ടൈ ബ്രേക്ക് മത്സരങ്ങളിലൂടെയാകും 3-ാം റൗണ്ടിലേക്കുള്ള ഇവരുടെ സ്ഥാനം തീരുമാനിക്കപ്പെടുക. അർജന്റീനയുടെ 12 വയസ്സുകാരൻ ഫൗസ്റ്റിനോ ഒറോയാണ് വിദിത് ഗുജറാത്തിയെ 2-ാം റൗണ്ടിലെ 2 മത്സരങ്ങളിലും സമനിലയിൽ കുരുക്കിയത്. അതേസമയം 2-ാം റൗണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടതോടെ സൂപ്പർ താരങ്ങളായ അമേരിക്കയുടെ വെസ്ലി സോയും റഷ്യയുടെ ഇയാൻ നെബോംനിയാച്ചിയും ലോകകപ്പിൽ നിന്ന് പുറത്തായി. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ആശ്വാസ ജയവുമായി ഗോകുലം കേരള. മുഹമ്മദ് അൻസിന് എതിരില്ലാത്ത 3 ഗോളിനാണ് ഗോകുലം തോൽപ്പിച്ചത്. ആദ്യ 2 മത്സരങ്ങളും തോറ്റ ഗോകുലം നേരത്തെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരുന്നു.